നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുപൂർണിമ ദിനത്തിൽ RSSന്റെ സംഘപരിവാറിന്റെ വിദ്യാലയങ്ങളിൽ നടന്ന ഗുരുപൂർണിമ, അതായത് ഗുരുവിന്റെ കാൽ ശിഷ്യന്മാർ കഴുകി അല്ലെങ്കിൽ പാദപൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിദ്യാനികേതനം സ്കൂളുകളിലേക്ക് DYFIയും SFIയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം നേരത്തെ പാദം തൊട്ട് തൊഴുത നേതാക്കന്മാരുണ്ട്, നേതാക്കന്മാരുടെ പാദം തൊട്ടു തൊഴുന്ന അണികളുണ്ട്. അത്തരം ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മറുപക്ഷത്ത് BJPയും സംഘപരിവാറിന്റെ ആളുകളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കാൽ കഴുകി എന്ന തരത്തിൽ ഇപ്പോൾ ഒരു വീഡിയോയും വിവാദങ്ങളും വന്നിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. കൊട്ടാരക്കര എന്ന് പറയുന്ന, കൊട്ടാരക്കരയെ കുറിച്ച് നമുക്ക് കൂടുതലായി പറയേണ്ടതില്ല, KB ഗണേഷ് കുമാറിന്റെ തട്ടകമാണ്. കൊട്ടാരക്കര വാളകം NSSന്റെ ഒരു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹിയാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിനെ പൂർണ്ണ കുംഭം നൽകി കാൽ കഴുകി സ്വീകരിച്ച് ആനയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നടക്കുക? ഇത് ഇടതുപക്ഷ മന്ത്രി ഇങ്ങനെ നടത്താമോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷ മന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഹൈന്ദവ മതവിശ്വാസിയാണ്. അമ്പലത്തിൽ നടന്ന ഒരു ചടങ്ങാണ്. ഈ ചടങ്ങുകൾ എന്ന് പറയുന്നത് ഒരു ആചാരങ്ങളാണ്. പരമ്പരാഗതമായി നമ്മുടെ എല്ലാ ജാതി മത സംഘടനകളും എല്ലാ മത വിശ്വാസികളും തുടർന്നു വരുന്ന പല ഇത്തരത്തിലുള്ള ചടങ്ങുകളുണ്ട്. അത് മരണമായാലും വിവാഹമായാലും കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടായാലും കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നതുമായി ബന്ധപ്പെട്ടായാലും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒക്കെ തന്നെ ആചാരങ്ങളുണ്ട്. അതൊന്നും തന്നെ നമുക്ക് ഒരു നിയമത്തിലൂടെയോ മറ്റ് വാഗ്വാദങ്ങളിലൂടെയോ അത് തച്ചുടച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് കരുതാൻ വഴിയ. അതേപോലെ തന്നെയാണ് ഈ കാര്യവും. പാദപൂജയൊന്നുമല്ല അവിടെ നടന്നത്. അദ്ദേഹത്തിൻ്റെ കാല് കഴുകി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഇതേ രീതിയിൽ തന്നെയാണ് സ്കൂളിൽ ഗുരുവിൻ്റെ കാൽ കുഞ്ഞുങ്ങൾ കഴുകിയത്, മാതാവിൻ്റെ കാൽ കുഞ്ഞുങ്ങൾ കഴുകി പുഷ്പം അർപ്പിക്കുന്ന ചടങ്ങ് മാതൃദിനത്തിൽ RSSന്റെ വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പരമ്പരാഗതമായി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തുടർന്നു വരുന്ന കാര്യമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊക്കെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന, അതായത് വീട്ടിലേക്ക് വധു വരുന്ന സമയത്ത് വധുവിൻ്റെ കാൽ വരൻ്റെ അമ്മ കഴുകി നിലവിളക്ക് കയ്യിൽ കൊടുത്തിട്ടാണ് വീടിനുള്ളിലേക്ക് വലത് കാൽ വെച്ച് കയറുന്നത്. ഇതൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ്. ഇതിൽ മന്ത്രി വലിയ അപരാധം ചെയ്തു എന്ന തരത്തിൽ ഇപ്പോൾ വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ ചിന്തിച്ചാൽ മതി ഇതൊക്കെ നമ്മുടെ നാടിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന വിവാദങ്ങളാണ് എന്ന്.